ഒരു കാര്യം കൂടി, അപ്പൊ ആലപ്പുഴ ജില്ലയിലാണ് ഈ കരിമണ്ണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് താങ്കളുടെ മണ്ഡലം കൂടിയാണ്. ഇത്തരമൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ സ്പീക്കറെ കണ്ട്, അത് കഴിഞ്ഞ് കിഷൻ റെഡ്ഡിയെയും കണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കിലെടുക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആലപ്പുഴയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഒരു സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന പ്രശ്നമാണ്. സംസ്ഥാനത്തിന് നികുതി പിരിക്കാനുള്ള അവകാശത്തെ കവർന്നെടുക്കുന്ന പ്രശ്നമാണ്. മൈനിങ് ലീസിന് കൊടുക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ആ പൂർണ്ണമായ അധികാരം എടുത്തു കളയുന്ന പ്രശ്നമാണ്. ആലപ്പുഴ സ്വാഭാവികമായിട്ടും ഇതിൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ശക്തമായ പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നിയമപരമായിട്ടും പോവും, രാഷ്ട്രീയമായിട്ടും പോവും. നേതാക്കൾ ഈ ആർഎസ്എസിനോട് ശക്തമായിട്ടുള്ള നിലപാട് ദേശീയ തലത്തിൽ എടുക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അല്ല, ഇന്നിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പാർലമെന്റ് മാത്രം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം എന്താണ്? പാർലമെന്റ് പിരിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർലമെന്റ് നിങ്ങളെല്ലാം പാർലമെന്റ് ഉണ്ടാവും. ഇവിടെ ഡൽഹിയിൽ നിൽക്കുന്നവരില്ലേ കുറേ കാലമായിട്ട്. ഏതെങ്കിലും പാർലമെന്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ സ്പീക്കർ വന്ന ഉടനെ വന്ദേ മാതരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം റെഫറൻസ് ഉണ്ടാവും, ആദ്യം പേപ്പറിലേ ഉണ്ടാവും, അത് കഴിഞ്ഞ് റെഫറൻസ് ഉണ്ടാവും, വന്ദേ മാതരം. അപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള സംഭവമായിട്ടാണ് അത് കാണുന്നത്. മറ്റൊരു കാര്യം, മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ അതൊന്ന് രാജ്യസഭയിൽ ഉയർത്തിയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഖാർഗെജിയെ പോലെയുള്ള ഈ രാജ്യത്തിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം എത്ര പ്രാവശ്യം MLA ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 7 തവണ. ഇവിടെ MPയോ 4 തവണ. ഈ 7ഉം 4ഉം 11 തവണ നിയമസഭയെയും അതുപോലെ തന്നെ പാർലമെന്റിനെയും പ്രതിനിധീകരിച്ച എത്രയും ഞാൻ പറഞ്ഞു വന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ്. അദ്ദേഹം കടന്നു വന്ന ചുറ്റുപാടുകൾ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച ട്രാജഡിയൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ വീട് കത്തി, ബന്ധുക്കളെല്ലാം മരിച്ചുപോയ ഒരു ട്രാജഡിയിലൂടെ കടന്നു വന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പോയ ഇവരാരാണ് ഈ ശുദ്ധി കലശം കൊടുത്തത്? ഇവർക്ക് ശുദ്ധിയുടെ മൊത്തം ഈ മൈൻഡ് സെറ്റാണ്, BJPയുടെ മൈൻഡ് സെറ്റാണ്. പാവപ്പെട്ടവരോടും അതുപോലെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നവരോടുമുള്ള ഇവരുടെ നിലപാട്, പ്രയാസകരമായ ചുറ്റുപാടിൽ ജീവിക്കുന്നവരുടെ നിലപാട് നമുക്ക് അഭിമാനപൂർവ്വം പറയാനുണ്ട്. അദ്ദേഹം ദളിത് എന്ന നിലയിൽ മാത്രമൊന്നുമല്ല, അത് ഇന്ത്യയിലെ കോൺഗ്രസിന് ഏറ്റവും സമുന്നതരായ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷനാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം കടന്നു വന്ന വഴി അത്രയും ഇതായിരുന്നു. അപ്പോൾ ആ സമൂഹത്തോടുള്ള ഇവരുടെ നിലപാടാണ്, ആ സമൂഹത്തോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡാണ് ഇത് കാണിക്കുന്നത്. BJP പ്രൈം മിനിസ്റ്റർ മാപ്പ് പറയണം. നാളെ വൈകുന്നേരം ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും പ്രതിമയ്ക്ക് മുമ്പിൽ കോൺഗ്രസ് സത്യാഗ്രഹം നടത്തും. പ്രൈം മിനിസ്റ്റർ മാപ്പ് പറയണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ വിഷയത്തിൽ നിന്ന് രാജ്യസഭ അധ്യക്ഷൻ ശക്തമായ നിലപാടെടുത്തു. ഈ ജഗ്ദീപ് ധൻഖറിന്റെ അവസ്ഥ നിലവിലെ രാജ്യസഭാ അധ്യക്ഷന് വരുമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ അത്തരം കാര്യങ്ങൾക്ക് രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ നിലപാടായിട്ട് ഞാൻ മാത്രം കണ്ടാൽ മതി. ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രൈം മിനിസ്റ്ററാണ് മാപ്പ് പറയേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷനെതിരായിട്ട് സ്വന്തം പാർട്ടിക്കാർ ഉത്തരാഖണ്ഡിൽ ചെയ്തിരിക്കുന്ന ഈ ഹീന പ്രവൃത്തിയെ അപലപിക്കാനും മാപ്പ് പറയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകണം. ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നാളെ വൈകുന്നേരം ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും അതുപോലെ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിലും സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വിവരം കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഖാർഗെയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മെറ്റയുടെ വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ച ചെയ്താണ്. അപ്പോൾ സംസ്ഥാനത്തെ 2 ചാനലുകളുടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ ഒരുപാട്. ഞാൻ പറഞ്ഞാലും നിങ്ങൾ കൊടുക്കാറില്ല. ഏതെങ്കിലും ഒരു വരി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമല്ലോ. ഞങ്ങളിപ്പം എൻ്റെ കഴിഞ്ഞ 19 ദിവസം നടന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ച് പറയുമ്പോൾ അത് ബ്രീഫ് ചെയ്യാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്യപ്പെടില്ലേ? ഇല്ലേ? നിങ്ങളെന്ന് പറ. അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ അത് അന്ന് പറഞ്ഞല്ല ഇത് കാര്യം. ഞാൻ ഇതിനും പറയില്ലാതെ ഞാൻ പറയുന്നില്ല. അതിന് വേറൊരു സമ്മേളനം വരുമ്പം അത് പറയും. ഈ കാര്യം മാറി നിൽക്കൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്ന തീർച്ചയായിട്ടും കേരള വിഷയങ്ങൾ വരുമ്പോൾ അത് നമുക്ക് എനിക്ക് പറയാവുന്ന ഭാഷയിൽ ഞാൻ പറയും. അതിനകത്തൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് പാർലമെന്റിന് വിട്ടേക്ക്. ഓക്കെ.